കാർ ഓടിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ആണ് ആവശ്യം. സുലു സുലു ബ്രേക്ക് 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 ബെസ്റ്റ് സ്റ്റുഡന്റ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ക്ലച്ചിലാണോ ചവിട്ടുന്നത്? നാളെ 100 രൂപ ഫൈൻ കൊണ്ടുവരണം. ഓക്കെ? ബാക്ക് നോക്കണം. മുമ്പൊരിക്കൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് എപ്പോഴും പറ്റോടെ തെണ്ടി സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പെട്ടെന്ന് ചാടി ഇറങ്ങി ഉടനെ കണ്ടപ്പോ എന്റെ നിയന്ത്രണം പോയാശാനെ. ഞങ്ങൾക്ക് ഓഫീസിൽ പോയാലുള്ളതാ. ഇന്നിനി പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ഇതാണ് അവസരം. ബാക്കി നീ പഠിപ്പിച്ചു കൊടുക്കുക. ഈ മെന്റാലിറ്റി ആശാന് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ക്ലാസ് വരില്ലായിരുന്നു. ആശാനെ, ആ സെക്രട്ടേറിയറ്റിലെ മാഡത്തിന് ഇപ്പോഴും ഫസ്റ്റ് വീഴുന്നില്ല. വീഴാത്തേക്ക് ഞാൻ വീഴ്ത്തിക്കൊള്ളാം. അങ്ങനെ എന്നാ ഞാൻ റിവേഴ്സ് എടുക്കുന്നു. സുലു സുലു സുലു. എന്നാലും എന്റെ സുലു, നീ എന്നോടൊരു വാക്ക് പോലും പറയാതെ പൊക്കളഞ്ഞു. നീ പോയതോടെ എന്റെ കാര്യമില്ല അവതാളത്തിലായി. ഇപ്പൊ മുട്ടയില്ല, പാലുമില്ല. കണ്ടില്ലേ എന്റെ ഒരു കോലം? ആപ്പിള് പോലെ ഇരുന്ന ഞാനിപ്പോ മാങ്ങേണ്ടി പോലെ ആയി. ശരിയാ ചേട്ടൻ, ശരിക്കും അങ്ങ് ഉണങ്ങിപ്പോയി. സുലു പിടിവാശികളാ. നീ എങ്ങനെങ്കിലും അങ്ങോട്ട് തിരിച്ചു വാ. ആ നശിച്ച പിള്ളേർ ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ടില്ല. നീ ആ കാല് പോയ ക്യാപ്റ്റന്റെ വീട്ടിലല്ലേ? ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, അങ്ങോട്ടൊന്നും വരല്ലേ. അങ്ങനെ ഭയങ്കര ചൂടനാ. പരിചയമില്ലാത്ത ആരെ കണ്ടാലും അപ്പ വെടിവെക്കും. അപ്പം ഞാൻ നിനക്ക് എങ്ങനെയാ തരിക? എന്താ ചേട്ടാ? കഴിഞ്ഞ മാസം CC അടയ്ക്കാനുള്ള പണം കൊണ്ട് നിനക്ക് ഞാനൊരു പൊന്നരിഞ്ഞാണം മേടിച്ചു വെച്ചിരിക്കുക. അയ്യോ എന്റെ ദൈവമേ, നേരാണോ ചേട്ടാ? എന്നാ ഞാൻ പണിയൊക്കെ തീർത്ത പത്തരമാറ്റ തങ്കം. അയ്യോ എന്റെ അടുക്കള പണിയൊക്കെ തീർത്ത് രാത്രി 8 മണിക്ക് ഞാൻ അങ്ങോട്ട് വരാം. മറക്കണ്ട, രാത്രി 8 മണി ഞാൻ കാത്തിരിക്കും. എന്റെ CC ദൈവങ്ങളെ, വേഗം ഒന്ന് രാത്രി 8 മണിയാക്കിത്താ. ഉണ്ണിയേട്ടൻ വരുന്നതിന് മുമ്പ് കഴിച്ചോ? വേഗം കഴിക്കേ. പാമ്പുകൾക്കാണ് മോനെ നീ പാല് കൊടുക്കുന്നത്. ഉണ്ണിയങ്കിൾ, ഇനി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞെന്താടാ? നീ എന്റെ അടുത്ത് വിഴുങ്ങോ? ചിലപ്പോ വിഴുങ്ങും. രാവിലെ തന്നെ തുടങ്ങി 1 2 പറഞ്ഞു. ഒരു ഷീറ്റ് വന്നേ. ഉണ്ണിയേട്ടാ, ഞാനിന്ന് വരാൻ അല്പം വൈകും. എങ്ങോട്ട് പോകുന്നു? ഇന്ന് സൈറ്റാ. സൈറ്റാ? ആ സൈറ്റ് അല്ല, വർക്ക് സൈറ്റ്. ഞാൻ ഇല്ലാന്ന് കരുതി ആരും സന്തോഷിക്കൊന്നും വേണ്ട. സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ ഇരുന്ന് പഠിച്ചോളണം. ഇതൊന്നും പഠിച്ചോണ്ടൊന്നും വലിയ കാര്യമില്ല. ഒക്കെ പരുന്തുംകാലേ പോവാനുള്ളതാ. എന്താണ് വിളിച്ചേ? എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് എപ്പോഴാണോ മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റുപോകും.
ബസ് തോട്ടിലേക്ക് മറിച്ച് 40 പേര് മരിച്ചു. ഡ്രൈവർ എന്റെ സ്റ്റുഡന്റ് ആണ്. ആരാ എന്റെ ഗ്ലാസ്സിലിരുന്ന പാലെടുത്ത് കുടിച്ചത്? എന്താണോ എനിക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പാല് സാമ്പാറായി. ഇക്കണക്കിന് നിന്റെ മുമ്പിൽ കുഞ്ഞി നിന്നാ നീ പിള്ളേരോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം ഈ വാനരന്മാരോട്? എന്താ തന്റെ പ്രശ്നം? എന്റെ പാലടിച്ചു മാറ്റി. ആര്? ദേ മുമ്പിലിരിക്കല്ലേ, ചോദിച്ചു നോക്ക്. ആരാടാ പാലടിച്ചു മാറ്റിയത്? അയ്യോ, ഇന്നസെന്റ് ഡിസിപ്ലിൻ കണ്ണു മുടിച്ചിരിക്കുന്നുണ്ടില്ലയോ? ഇവരിൽ ആരോ ആണ് പാല് സാമ്പാറാക്കിയത്. എടാ നീയാണോ? ചാച്ചാ ഞങ്ങൾ എടുത്തില്ല. ഉണ്ണിയങ്ങൾ പാൽ കുടിക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. ഒരു ഗ്ലാസ് പാലൂടി വേണേ ചോദിച്ചാ പോരെ? കൊതിയാ. ഞാൻ പറഞ്ഞ കൂടിപ്പോ. അതെ, ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവൂല. ഞാൻ അടുക്കളയിൽ പോയി പോൾ ചെയ്തോളാം. ആ, അതാ നല്ലത്. ആ, ഇത് കഴിക്കാമല്ലോ. ചേട്ടാ എന്താന്ന് പറ. ഡാൻഡി. ആ, വാങ്ങിച്ചു കൊട്, ഓരോ പൈന്റ് വീതം 3 എണ്ണത്തിനും. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. തൊട്ട് നോക്കാൻ വല്ലതും വേണോ? കൊണ്ട തരാം. പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയതായിരിക്കും ചാച്ചാ. അയ്യോ, അസല് വിത്തുകള്. നീ വാ. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. ബിരിയാണി മതി. ആരാ അത് പറഞ്ഞത്? ഞാനാ. എന്താ നിന്റെ ശബ്ദത്തിന് ഇത്ര വെയിറ്റ്? അത് ബിരിയാണി ആയതുകൊണ്ട് ഇത്തിരി വെയിറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ചാച്ചാ. അല്ലേനു? ടിനു, ആ ഡോറ് ക്ലോസ് ചെയ്ത് വേഗം വാ. ഒന്ന് വേഗം പാടോ, എന്റെ സ്റ്റുഡൻസ് ഇവിടെ കാത്തിരുന്നു. ഡോ എവിടെ? ഡോ ഇവിടെ. എവിടെ? ഉച്ചയ്ക്ക് താൻ ആ ഷൺമുഖത്തെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. ബിരിയാണി അയാളുടെ കൊടുത്തു വിടാം. അവിടെ ആരും ഇല്ലല്ലോ. ആരോടാ രാറ്റ കാണിച്ചേ? വീടിന്. വീടിനോടോ? ആ വീടിന്. ഞങ്ങള് പോയി കഴിഞ്ഞാ പാവം ഒറ്റയ്ക്കല്ലേ. അയ്യോ, കേറ് കേറ്. അയ്യോ, സൂക്ഷിച്ച് തുറക്കണ്ടേ. കേറ് കേറ്. ഡിസിപ്ലിൻഡ് വോയിസ്. ഓ, കാല് കാല്. സോറി മക്കളെ, അങ്കിൾ ഇച്ചിരി ലേറ്റ് ആയി പോയി. മക്കൾസ് മക്കൾസ് നമസ്കാരം. പറഞ്ഞ പോലെ 3 ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടേ. 1 2 3. തിന്നോണ്ട് കളിച്ചാട്ടെ. അയ്യോ, 3 ബിരിയാണി ഉള്ളൂ. 3 പേർക്ക് പിന്നെ 3 ബിരിയാണി അല്ലാതെ 2 3 മീശ വെച്ച മില്ലേനിയം പെണ്ണു. അപ്പൊ 4 ഉണ്ടല്ലോ. അതേടോ, ഞങ്ങൾ 4 പേരുണ്ട്. അതിനെന്താ? 3 പേരെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അല്ല, ഞങ്ങള് 4 പേരാ. ഷണ്ണോങ്ങളുടെ തെറ്റിയതായിരിക്കും. എന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യരുത്. ചിലപ്പോ ഒരെണ്ണം എന്റെ കയ്യിൽ നിന്ന് പോയി കാണും. എന്നാലും എനിക്ക് തെറ്റിയിട്ടില്ല. ഹലോ, തൽക്കാലം ഒരു ബിരിയാണിയും കൂടെ പോയി വാങ്ങിച്ചോണ്ടോ. അതിന് പൈസ ഞാൻ രാത്രി 8 മണിക്ക് ബെന്നിയുടെ വീട്ടിൽ വരും. ഓക്കെ, ബൈ. ഞാൻ പറയട്ടെ ഒന്ന്. അത് നോ, രാത്രി 8 മണി. താൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തോ? കൊടുത്തു. പക്ഷെ ഒരു സംശയം. താൻ എന്റെ അടുത്ത് എത്ര ബിരിയാണിയാ വാങ്ങിക്കാൻ പറഞ്ഞു? 3. ആണല്ലോ. അപ്പഴാ സംശയം തരുന്നു. താൻ ഏത് കോത്താഴ്ചയായി? 4 പേർക്ക് 3 ബിരിയാണിയാ. ഇതെവിടെ ശരിയാവും? 4 പേരോ? അതെ, 4. 4 അല്ല 3. 4 4. ഒന്ന് പോടോ. 3. 4ാമതൊരു ബിരിയാണി കൂടെ എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടാ വരണേ. അത് ശരി. അപ്പൊ അതാണ് കാര്യം. സ്മോൾ അടിക്കാൻ കാശ് വേണം. ഷമ്മുവണ്ണോ, അങ്ങനെ തന്നെ കൊച്ചാക്കൊന്നും വേണ്ട. എപ്പോഴും ഒരു ക്വാർട്ടറിന്റെ ഗോഡൌണിൽ സ്റ്റോക്കാ. ഷൺമുഖനാ. 6 മുഖവും 12 കണ്ണും തെറ്റത്തില്ല. അവിടെ 4 പേരുണ്ടായിരുന്നു. 3 കുട്ടികളും പിന്നെ മീശയുള്ളൊരു വലിയ കുട്ടിയും. മീശയുള്ള വലിയ കുട്ടിയല്ലേ? ഓ, അത് ശരി. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. അതാണ് കോട്ടർ ഷൺമുഖം. 6 മുഖവും 12 കണ്ണും. ഇനി എനിക്ക് തരാനുള്ള എന്നാ പിടിച്ചോ. അയ്യോ പൊങ്ങി പോലെ.